ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന B.Edൻ്റെ സൈക്കോളജി പാർട്ട് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ 11 എണ്ണം പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, 11 എണ്ണം ഉണ്ട്. അത് 11 എണ്ണവും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ പഠിക്കുന്നതിലൂടെ പുതിയ സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിൻ്റ്. ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് ചറപറാന്ന് എഴുതിക്കോ കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് എഴുതുക. സൈക്കോളജിയിലെ എക്സാമ്പിൾസിനാണ് ഏറ്റവും പ്രാധാന്യം. എന്ത് എഴുതിയാലും അതിനൊരു എക്സാമ്പിൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഇംപ്രസീവ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്കിലോട്ട് പോവാം. ദാറ്റ് ഈസ് ലേണിംഗ് ആസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ബിഹേവിയറിനെക്കാട്ടിലും കുറച്ച് ചേഞ്ചസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ചേഞ്ചസ് വരുമെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ഇംപ്രൂവ്ഡ് അല്ലേ. നമുക്കൊരു ഇംപ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലേണിംഗ് എന്തിന് കാരണമാകുന്നു? ഇംപ്രൂവ്മെൻറ്റിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ലേണിംഗ് ആസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കൊരു ഡെവലപ്മെൻറ്റാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷനിസ്റ്റും അതുപോലെ ഫിലോസഫറുമായിട്ടുള്ള വുഡ്ബർത്തിൻ്റെ ഒരു കോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആൾ ആക്ടിവിറ്റി ക്യാൻ ബി കോൾഡ് ലേണിംഗ് so far as it develops the individual. ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും, ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഏതൊരു ആക്ടിവിറ്റീനെയും നമുക്ക് എന്ത് പറയാം? ലേണിംഗ് എന്ന് പറയാം എന്നുള്ളതാണ് വുഡ്ബർത്ത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസിലൂടെ ഓരോരുത്തർ പഠിക്കുന്നത് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം, ചീത്ത കാര്യങ്ങളും പഠിക്കാമല്ലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പഠിച്ച് വരാം. ഓക്കെ, പക്ഷെ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് മാത്രം, പോസിറ്റീവ് സൈഡ് മാത്രം ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതിയാവും. ഓക്കെ, നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതാണ് ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ലേണിങ്ങിലൂടെ മാത്രമല്ല ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാം. നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പഠിച്ചിട്ടൊന്നുമല്ല അല്ലേ. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നു, ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മറ്റ് പല ഫാക്ടേഴ്സ് കൊണ്ടും നമ്മുടെ ബിഹേവിയറിൽ എന്ത് വരാം? ചേഞ്ചസ് വരാം. ഓക്കെ, പക്ഷെ അത് എന്നും സ്റ്റേബിളായിട്ട് നിൽക്കണം, എന്നും പെർമനൻ്റായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് എന്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ലേണിങ്ങിലൂടെ വരുന്ന ബിഹേവിയറൽ ചേഞ്ചസിന് മാത്രമേ പറ്റുള്ളൂ എന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ പറയുന്നത്. അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്കാണ് ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ശരിയാണ്, ലേണിങ്ങിലൂടെ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസിന് കാരണമാവും. ആ ബിഹേവിയറൽ ചേഞ്ചസ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നമുക്ക് നല്ലൊരു ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. പക്ഷേ ലേണിംഗ് സംഭവിച്ച ഒരാൾക്ക് മാത്രമേ ഗുഡ് പെർഫോമൻസ് നടത്താൻ പറ്റുള്ളൂ എന്നുമില്ല. ഗുഡ് പെർഫോമൻസ് നടത്തുന്ന എല്ലാവർക്കും ലേണിംഗ് കിട്ടിയെന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കാരണം എന്താണ്, പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ സംഭവം കൊണ്ട് നമുക്കൊരാളുടെ ലേണിംഗ് ലെവലിനെ കണക്കാക്കാൻ പറ്റില്ല, വാല്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഇയാൾ ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് മാർക്കിടാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ആറാമത്തെ സാധനമാണ് ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അത് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്കറിയില്ലെങ്കിൽ പിന്നെ ആ പഠനം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ ലേണിംഗ് കൊണ്ട് പിന്നെ ഒരു കാര്യമില്ല. അതായത് നമ്മൾ ഏത് സിറ്റുവേഷനിൽ എന്ത് അപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി ഉണ്ടാവുമ്പോഴാണ്
ലേണിംഗ് കൊണ്ട് യൂസ് ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ എന്ന്. ഓക്കെ, നെക്സ്റ്റ് 7th ക്യാരക്ടറിസ്റ്റിക്കിലോട്ട് പോവാം. 7ാമത്തെ സാധനമാണ് എഡ്യൂക്കേഷൻ, ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ബിഹേവിയർ ഇതെല്ലാം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ബിഹേവിയർ എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം അല്ലേ, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതുപോലെ ലേണിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ബിഹേവിയറൽ ചേഞ്ചും എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇൻറ്റൻഷണൽ ആവാം അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആവാം. അതായത് മനഃപൂർവ്വം നമ്മൾ പഠിക്കാൻ വേണ്ടി പോയിരുന്ന് പഠിക്കുന്ന പോലെ ആവാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ചില സാധനവും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ മാത്രമേ എന്തിന് കാരണമാവുള്ളൂ, ലേണിങ്ങിന് കാരണമാകുള്ളൂ. പറയാവുന്ന അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളത് ലൈഫ് സിറ്റുവേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, റിലേറ്റബിൾ ആവണം, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇതുവരെ മുന്നിൽ വന്നിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതൊക്കെയാണ് ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താ പറയുക, സിറ്റുവേഷൻ അനുസരിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അതാണ് ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ലേണിംഗ് ലെവൽ വേണം. ഓക്കെ, അത് ഓർഗനൈസ് ചെയ്യാനുള്ള പഠനം അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് വേണം. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. 8ാമത്തെ സാധനത്തിലോട്ട് പോവാം. 4 നിങ്ങൾക്ക് കോഴിയുടെയും പൂച്ചയുടെയും പട്ടിയുടെ ഒക്കെ ശബ്ദം കേൾക്കും, പക്ഷേ അതിലോട്ടൊന്നും മൈൻഡ് ആക്കരുത്. നമ്മൾ ഫുൾ ഓണാണ്, ഫുൾ പഠിത്തമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, 8ാമത്തെ സാധനം ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീച്ചർമാർ പറഞ്ഞു തരുന്ന സാധനം അങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ കഴിച്ച് അങ്ങനെ ഉള്ളതല്ല, അങ്ങനെയുള്ളത് മാത്രമല്ല ലേണിങ് അല്ലേ. നമ്മൾ പുതിയ സിറ്റുവേഷനിലൂടെയും എക്സ്പീരിയൻസിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെയും നമ്മൾ എന്ത് പറയും, ലേണിംഗ് എന്ന് പറയാറുണ്ട്. അത്രേ ഉള്ളൂ, അത്രേ നമുക്ക് ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഡയറക്റ്റ് 9th ക്യാരക്ടറിസ്റ്റിക്കിലോട്ട് പോവാം. 9th വണ്ണാണ് ലേണിംഗ് ഹാസ് എ വൈഡ് സ്കോപ്പ്. ലേണിംഗ് ഹാസ് എ വൈഡ് സ്കോപ്പ്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ 4 സാധനത്തിൽ ഒതുങ്ങി അല്ലേ. നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അതിലൊതുങ്ങി. പക്ഷേ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് മാത്രമാണോ അല്ലേ? നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് അത് മാത്രമല്ല. പിന്നെ എന്തൊക്കെയാണ്, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ ആദർശങ്ങൾ അല്ലേ, അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണ്. അതെല്ലാം മാറും പഠനത്തിലൂടെ, അതെല്ലാം മാറും. ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അതെല്ലാം മാറും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിലുപരി ലേണിംഗ് എന്ന് പറയുന്നൊരു സാധനം കിട്ടുമ്പോൾ ഇതെല്ലാം മാറും. ഏതൊക്കെയാണ്? ഹാബിറ്റുകൾ, അതുപോലെ ഇൻട്രസ്റ്റ്, ബിലീഫ്, വാല്യൂസ് ആൻഡ് ഐഡിയൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ 10th വണ്ണാണ് ലേണിംഗ് ഹാസ് എ സോഷ്യൽ ഓറിയൻറ്റേഷൻ. ലേണിംഗ് ഹാസ് എ സോഷ്യൽ ഓറിയൻറ്റേഷൻ. നമ്മൾ പഠനം എവിടെ നിന്ന് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിച്ചുകൊണ്ട്, മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പഠിച്ചുകൊണ്ട് വീട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സോണിലെത്തി, ഫ്രണ്ട് സോണിൽ നിന്നും നമ്മൾ വർക്ക് പ്ലേസിലെത്തി, വർക്ക് പ്ലേസിൽ നിന്നും മറ്റു പല മറ്റു പല സിറ്റുവേഷൻസിലോട്ട് നമ്മൾ പോകുന്നുണ്ട് അല്ലേ. അതിലൂടെയൊക്കെ നമ്മുടെ എന്ത് മാറ്റം വരികയാണ്? ബിഹേവിയറൽ പാറ്റേണിന് മാറ്റം വരികയാണ് അല്ലേ. അപ്പോൾ എന്താണോ സൊസൈറ്റി നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ എന്താണോ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ള ടെക്നിക്ക്
നമുക്ക് കിട്ടുന്നു ലേണിങ്ങിലൂടെ. ഓക്കെ, സൊസൈറ്റി എങ്ങനെയാണോ അവരോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറ്റാനുള്ള ടെക്നിക്ക് നമുക്ക് ലേണിങ്ങിലൂടെ കിട്ടുന്നു. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. അതാണ് ലേണിംഗ് ഹാസ് എ സോഷ്യൽ ഓറിയൻറ്റേഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട മെയിൻ പോയിൻ്റ്. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ചറപ്പറാന്ന് വിസ്തരിക്കാൻ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയിന്റിലോട്ട് പോവാം. ദ ലാസ്റ്റ് വൺ ഈസ് ലേണിംഗ് ഈസ് കണ്ടിന്യൂസ്. പഠനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക, ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതും മരണം വരെയും, നമ്മൾ മരിക്കുന്ന ആ പോയിൻ്റ് വരെയും നമ്മൾ പല പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം അതെല്ലാം പഠനത്തിൽ വരുന്നൊരു ലേണിംഗ് എന്ന് പറയുന്ന, എഡ്യൂക്കേഷൻ അല്ല ലേണിംഗ് എന്ന് പറയുന്ന ടേംസിനകത്ത് വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലേണിംഗ് ഈസ് കണ്ടിന്യൂസ് എന്ന്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ പറയുന്നത്. നല്ലോണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ, ചോദ്യം വരാറുണ്ട് കേട്ടോ, ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അടിപൊളിയായിട്ട് എഴുതണം, തെറ്റിക്കരുത്. പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് സെക്ഷനിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻകറേജ്മെൻറ്റാണ്, സപ്പോർട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരും. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.